തെരഞ്ഞെടുപ്പൊക്കെ ആയില്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ്, ആര് ജയിക്കുമെന്നുള്ള ഒരു ആവേശമുണ്ടോ? ഇടതുപക്ഷം ജയിക്കും. നമ്മുടെ നിയമമണ്ഡലത്തിലെ വി ശിവൻകുട്ടിയുടെ പേരിൽ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. മധ്യപ്രദേശിൽ നിന്നൊരു പെൺകുട്ടി വന്ന് 16 വയസ്സ് ആയ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അപ്പോൾ അത് ചിലപ്പോൾ മധ്യപ്രദേശ് പോലീസുകാർ വന്ന് ഈ നേതാക്കളെയൊക്കെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് ആവുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ? അതൊക്കെ വെറും പച്ച കള്ളങ്ങൾ പറയണതല്ലേ, അതിലൊന്നും കഥയൊന്നുമില്ല. ഇവിടെ കൊണ്ടുവന്ന് നടത്തിക്കൊടുത്തതിൽ മുൻകൈ എടുത്തത് ഈ വി ശിവൻകുട്ടിയൊക്കെ അല്ലേ? അപ്പം അദ്ദേഹം നിൽക്കുന്ന മണ്ഡലത്തിലത്തെ ആൾക്കാരെങ്ങനെ വിശ്വസിച്ച് വോട്ട് കൊടുക്കും? അത് അറിയാനൊക്കില്ല. ശരിക്കും ആ ചെയ്തത് തെറ്റല്ലേ? അതെ, അങ്ങനെ ചെയ്തെങ്കിൽ തെറ്റാണ് തന്നെയാണ്. അത് സമ്മതിക്കാതെ നമ്മുടെ കേരളത്തിൽ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ. തന്നെ 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 അങ്ങനെ വിവാഹം കഴിച്ച് കൊടുത്തെങ്കിൽ തെറ്റ് തന്നെ, അത് ശരിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പൊസിഷനിലോട്ട് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും കള്ളം പറഞ്ഞ് നടത്തിയതായിരിക്കണം, അതല്ലെങ്കിൽ നേരായ വഴിയിലാണെങ്കിൽ നടക്കൂല. ഇതും ഒരു കുപ്രചരണമാണെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. ശിവൻകുട്ടി ഇവിടെ ജയിക്കും, ആരെന്ത് പറഞ്ഞാലും ശരി. ഭരണമാറ്റം ജനങ്ങളൊക്കെ പൊതുവെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കേട്ടുകേൾവി. അതൊക്കെ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഇതുപോലെ ഒരുപാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ ഈ ഇടത് ഭരണത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പരക്കെ കേൾക്കുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇടത് ഭരണത്തിൽ യാതൊരു വിധമായ ബുദ്ധിമുട്ടും പൊതുജനങ്ങൾക്കില്ല. ഈ ശബരിമല കൊള്ള അങ്ങനെ ഒരുപാട് ശബരിമല കൊള്ളയൊക്കെ അവിടുത്തെ ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കി, ജാമ്യത്തിൽ വിട്ടു, പിന്നെ അകത്താക്കി. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഈ കേൾക്കുന്നതൊക്കെ ഈ ജനങ്ങൾ പറയുന്നതൊക്കെയോ? അത് പറയട്ടെ, ആക്കെന്ത് പറഞ്ഞൂടാ, അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. നമ്മളെ ടി വിയും പേപ്പറും ഡെയിലി നോക്കിക്കൊണ്ടിരിക്കണം, നമുക്കറിയാം എന്താണ് സംഭവമെന്ന്. അത് നമ്മളെ തരാവില്ല. അപ്പൊ ഈ തെറ്റ് ചെയ്താലും അവർ തന്നെ വീണ്ടും നേതൃത്വത്തിലോട്ട് വരണമെന്നാണോ പറയുന്നത്? തന്നെ 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 ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. ചെയ്താലും കൊള്ള ചെയ്താലും അഴിമതി ചെയ്താലും ഇടതുപക്ഷം തന്നെ വരുമോ? കൊള്ളയും അഴിമതി ഒന്നും ചെയ്യൂല. അതൊക്കെ വെറുതെ ദുർപ്രചരണങ്ങൾ നടത്തുന്നത്. അയ്യേ, അതൊക്കെ വെറുതെ. എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടോ സർക്കാർ? പിന്നെ സർക്കാർ എന്തല്ല 4000 രൂപ 300 രൂപ കിടന്നത് ഇപ്പം 2000 രൂപ ആക്കിയില്ലേ? അത് ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുക്കുന്നത് അല്ല, പണ്ടേ കൊടുത്തോണ്ടിരിക്കുക തന്നെ. അതിലൊന്നും ഒരു ഇതുമില്ല. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ ഒരു വിവാദമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നും വന്ന പെൺകുട്ടിയെ 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിന് നേതൃത്വം നൽകിയത് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി നിയമത്തിൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തെ മധ്യപ്രദേശിലെ പോലീസ് വന്ന് കൊണ്ടുപോകുമെന്നൊക്കെയുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഈ വിവാദങ്ങളും ഇതൊക്കെ വരുള്ളൂ. അതൊരു വരുന്നില്ല. ഇലക്ഷന് എന്തെങ്കിലും മെയിൻ പരിപാടി എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഇതുപോലത്തെ വിവാദങ്ങൾ വരുള്ളൂ. അത് ഏത് പാർട്ടിയായാലും അങ്ങനെയാണ്. അപ്പോൾ ആ ചെയ്ത കാര്യത്തിന് ചേട്ടൻ ന്യായീകരിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്ത കാര്യത്തിൽ ന്യായത്തില്ല. ഞാൻ പൊതുവേ വാർത്ത കാണാൻ സൗകര്യം മൊബൈലൊന്നുമില്ല. നമുക്ക് കുട്ടികളെ വളർത്താനുള്ള തിരക്കും കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ ഈ 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഒരു കാര്യവും തിരക്കാതെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റല്ലേ? ശരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ നിയമത്തിൽ ജയിച്ചു വരുമ്പോൾ ഇവിടെയും ഒത്തിരി പെൺകുട്ടികളൊക്കെ കാണാം. അപ്പം 18 വയസ്സ് തികയുന്നതിന് മുന്നേ കല്യാണം കഴിക്കണമെങ്കിൽ ഈ നേതാക്കളുടെ അടുത്ത് പോയാൽ പോലെ. ഞാൻ പൊതുവേ ഈ ഒരു വാർത്തയെ കേട്ടിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ ഇന്നുവരെ കേട്ടില്ല. നമുക്ക് മൊബൈലിൽ നോക്കാനും ടൈമില്ല, കോൾ വന്നിട്ടില്ല, എടുക്കാൻ ടൈമില്ല. നമ്മൾ കച്ചവടം കാര്യങ്ങളായിട്ട് പോകുന്നു. പൊതുവെ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ നിയമത്തിൽ ഏത് പാർട്ടിയായിരിക്കും വിജയത്തിൽ വരാൻ സാധ്യത? നമ്മളെ പാർട്ടി തന്നെ വരുള്ളൂ, കമ്മ്യൂണിസ്റ്റ്. അല്ലാതെ ശിവൻകുട്ടി തന്നെ വരുള്ളൂ. ശിവൻകുട്ടി വരും. എന്ത് വിവാദം ഉണ്ടായാലും അദ്ദേഹം തന്നെ വരും എന്നാണ് പറയുന്നത്. ഇതിനെക്കാട്ടി ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഏത് പാർട്ടിക്കാണ് വിവാദം ഇല്ലാത്ത? ഏത് പാർട്ടിക്കും ഇപ്പം UDF ആയതിന് ഒരുപാട് വിവാദങ്ങളില്ലേ? ഉണ്ടോ? അതേപോലെ തന്നെ BJPക്ക് വിവാദങ്ങളില്ലേ? ഭയങ്കര അഴിമതിയില്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് BJPയിലെ പാർട്ടി. അത് ഒരുപാട് ഇതുണ്ട്. അതിപ്പം ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ ഏത് പാർട്ടിക്കും വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ധർണ ചെയ്ത് പോകും. ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നില്ലേ? ഭരണമാറ്റത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് പാർട്ടി വന്നാലും നമ്മൾ വികസനം
ഇത് തന്നെയല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇടതുപക്ഷ നേതാവ് വി ശിവൻകുട്ടി ഇപ്പോൾ ചെറിയൊരു വിവാദത്തിലായിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് ഒളിച്ചോടി വന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് 18 വയസ്സായില്ല, 16 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ശരിക്കും അദ്ദേഹത്തെ മധ്യപ്രദേശ് പോലീസ് തപ്പി നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോള് പോലീസ് തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഇലക്ഷനിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. നമുക്കും ഇവിടെ ഒരുപാട് പെൺകുട്ടികളൊക്കെ കാണും. അപ്പോൾ 18 വയസ്സത്തേക്ക് ഇതിനു മുമ്പേ ഫ്രീ ആയിട്ട് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാൻ ഈ നേതാക്കൾ മുൻകൈ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെ, അത് ഒരിക്കലും ശരിയല്ല. എൻ്റെ ദൈവമേ, അത് ഒരിക്കലും പാടില്ല. അങ്ങേരെ ഇതിലേക്ക് നിർത്തരുത്. ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തവരൊന്നും ഇലക്ഷനിൽ നിർത്തരുതെന്നാണല്ലേ അമ്മയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അത് തന്നെ. ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നവളാണ്. അയ്യോ, അതൊരു ഗുരുതരമായ തെറ്റാണ് ശരിക്കും. ഭയങ്കര തെറ്റ്. ആരായിരിക്കും നിയമത്തിൽ ജയിച്ചു വരിക? ഏത് പാർട്ടിയായിരിക്കും ജയിക്കുക? കോൺഗ്രസ് ജയിച്ചു വരണം. കോൺഗ്രസ് ജയിക്കണമെന്നാണ് ആഗ്രഹം. ഓ, എനിക്കതാണ് ആഗ്രഹം. എന്താണ് ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പം മാറ്റം ഇത് 2-3 തവണ കൊണ്ട് പിണറായി അല്ലേ വരണത്. അതുകൊണ്ട് ഇനി മാറി തന്നെ വരണം. അപ്പോൾ പലരും പറയുന്നത് ഇടതുപക്ഷ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനത്തെ കാര്യമൊന്നും ചെയ്തില്ല. പിന്നെ എനിക്കൊരു ഇടത് സർക്കാരിൻ്റെ ഇതുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പണ്ടേ നമ്മൾ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മാത്രമല്ല, നമ്മൾ നീലൻ്റെ പാർട്ടിയാണ്. എൻ്റെ ഭർത്താവ് ബോംബെ റെയിൽവേയിലായിരുന്നു ജോലി. ഇങ്ങോട്ടൊരു മാറ്റത്തിന് വളരെ ശ്രമിച്ച് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നീല MP ആയ സമയത്ത് നീലൻ തമ്പാനൂരാക്കി തന്ന് 15 വർഷം ബോംബെയിലും ഇവിടെ 20 വർഷം ജോലി ചെയ്ത്. അങ്ങനെ 35 വർഷത്തെ സർവീസോടുകൂടിയാണ് എൻ്റെ ഭർത്താവ് റെയിൽവേയിൽ നിന്ന് പെൻഷനായത്. ഇപ്പം നല്ലൊരു പെൻഷൻ കിട്ടുകയും ചെയ്യുന്നു. കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ ഒരു ഒത്തൊരുമയില്ലെന്നൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയണേള്, ഞാൻ ഈ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഞങ്ങൾക്ക് അലവൻസ് ഒന്നും കിട്ടാതെ മുടങ്ങിക്കിടന്ന് ഇടതുപക്ഷം കയറിയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അലവൻസുകൾ തന്നു. അപ്പം ഞങ്ങൾക്കൊരു വിശ്വാസം ഇത്തുകൂടെ വിഴുന്ന് ഇടതുപക്ഷം. അല്ലാതെ ഞങ്ങൾ പണ്ടേ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്, സത്യമാണ് പറയണത്. അപ്പോൾ പിന്നെ നീല നിൽക്കുമ്പോൾ നീല ഏത് പാർട്ടിയാണ് അതിനെ വോട്ട് കൊടുക്കും. നീല ഇത്രയും ഉപകാരം ചെയ്തതല്ലേ. നീല എൻ്റെ വീട്ടിലൊരു അംഗം പോലെയാണ്, സത്യം. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പം അതാ നീലനും വയസ്സായി, ഒരു കഴിവുമില്ല ഇപ്പം. അങ്ങനെ പഴയ പോലെ കോൺഗ്രസിൽ ഭരിക്കാൻ പറ്റിയ നേതാക്കന്മാരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ല, അത് ശരിയാണോ അമ്മേ? ശരിയൊന്നുമില്ല. അവർ കോൺഗ്രസ് വരുമ്പോൾ നേരെ ഭരിച്ചോളൂ കേട്ടോ. അത് നേരെ ഇപ്പം കോൺഗ്രസ് തന്നെ വരണം.